ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ്. അപ്പൊ ഇന്ന് എനിക്ക് മൈക്ക് പിടിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണത് ചെറിയൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ആണ്. അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ലൈറ്റ് വെക്കാം, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ബ്രോഡ്വേയിൽ പോയിച്ച് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ക്രിസ്മസ് ട്രീക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ് ഡയറക്ടിങ്ങും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്ലാനും തലതിരിഞ്ഞു പോയി. അപ്പൊ അടുത്തുനിന്നുള്ള ഒരു ഷോപ്പിൽ തന്നെ, നമ്മുടെ ടോളിന്റെ അടുത്തുള്ള എടപ്പള്ളി ടോളിന്റെ അടുത്തുനിന്നുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. വളരെ കുറച്ച് ഐറ്റംസേ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബ്രോഡ്വേയിലൊക്കെ പോവാണെങ്കിൽ കുറച്ച് ബൾക്കായിട്ടൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് വളരെ മിനിമലായ രീതിയിൽ മാത്രം സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ട്രീക്ക് ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് സാധനങ്ങൾ ട്രീ ഞാൻ മേക്ക് ചെയ്യാന്ന് വിചാരിച്ച ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് വെച്ചിട്ട് ട്രീ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ ചെയ്ത് നോക്കാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു വളരെ കുറച്ച് വാങ്ങിച്ചത്. അതിനത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടുവന്ന അന്ന് തന്നെ ലൈറ്റ് വെക്കണം, ട്രീ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് രാവിലെ വരെ ഒപ്പിച്ചെടുത്തു. രാവിലെ തന്നെ ഞങ്ങൾ പണിപ്പുരയിലേക്ക് കടന്നു കേട്ടോ. എനിക്ക് പിന്നെ ഹെൽപ്പറായിട്ട് അവള് കൂടെ തന്നെ നിന്നുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ. ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോയിലാണ് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞു ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ലൈറ്റ് ഇതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എനിക്കത് നീളത്തിലാക്കാൻ പറ്റില്ല. 3 ലെയർ ഉണ്ട് ഇത്. അപ്പൊ എല്ലാം ഓരോന്നിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ ഇവൾ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളത് ഫോണാക്കി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, എന്നെ ശല്യം ചെയ്തില്ല. അവൾക്ക് ലൈറ്റ് കാണണം എന്നുള്ള ആ ഒരൊറ്റ എയിമിൽ നിന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ തന്നെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തിട്ടും അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ക്രാഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവളിനെയും ഇനി ക്രാഫ്റ്റിലോട്ടൊക്കെ കടക്കാലോ എന്നുള്ള ദുരുദ്ദേശമൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു സമയത്ത്. പിന്നെ ഇതിനു മുന്നേ ക്രിസ്മസ് ട്രീ ഒന്നും ഉണ്ടാക്കിയ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഞാൻ. സ്റ്റാർ ഉണ്ടാക്കുമായിരുന്നു, ചാർട്ടൊക്കെ ഉപയോഗിച്ച് വലിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ സെറ്റ് ചെയ്യുമായിരുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തു നോക്കിയാണ്. അത് ഇത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹത്തിന് ചെയ്തു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അതിനു വേണ്ടി ചെയ്തെന്ന് മാത്രം. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. TV കാണുമ്പോഴും ഒക്കെ അവൾക്ക് അതുപോലെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എന്നെ കൊണ്ടാവുന്ന പോലെ തന്നെ ചെയ്യാ എന്നുള്ള രണ്ടും കൽപ്പിച്ചിറങ്ങിയതായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ലൈറ്റ് അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് വരെ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതിന് ശേഷം ഞാൻ ചെയ്തത് കുറെ പ്രാവശ്യം അങ്ങോട്ട് മാറ്റിയും മറിച്ചൊട്ടിച്ചാണ് കേട്ടോ. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ആദ്യം കുറച്ചൊട്ടിച്ചു, പിന്നെ എനിക്ക് സെറ്റായില്ല. അങ്ങനെ ഒരുപാട് തവണത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഒരു വിധം അങ്ങ് ഒപ്പിച്ച് ഒരു ട്രീയുടെ ഷേപ്പൊക്കെ ആക്കിയെടുത്തു. പിന്നെ എന്തൊക്കെ നമ്മുടെ അവരെ ആഗ്രഹങ്ങളല്ലേ, നമുക്ക് അറിയണ, എല്ലാവർക്കും എല്ലാം അറിയില്ലല്ലോ. അപ്പൊ അറിയണ പോലെയൊക്കെ അങ്ങ് ചെയ്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. ഇപ്പൊ എന്തായാലും ഇത് അടിപൊളി എന്ന് പറയാനുള്ള ഭാഗത്തിനൊന്നും അയച്ചില്ല, എന്നാലും ഒപ്പിക്കാം എന്ന് പറയാം. അപ്പൊ ഞങ്ങളുടെ ട്രീന്റെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ട്രീ. ഇനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം. ഇഷ്ടമായോ? ലൈറ്റ് ഇഷ്ടമായോ? ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാല്ലേ. എന്താണെന്നറിയില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോ ഒരു വല്ലാത്തൊരു സന്തോഷം. കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്നാലും നമുക്കിത് സെറ്റാക്കി എടുക്കണം. എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഒരു കൈമുദ്ര പതിപ്പിക്കണം എന്നുള്ളത് എനിക്കൊരു വാശിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ട്രീയിൽ വെക്കാനുള്ള കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ കയ്യിൽ നിന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഗ്ലിറ്റർ ഷീറ്റ് കുറെ ഇരിക്കണ്ടായിരുന്നു. അതെടുത്തിട്ട് അതില് പറ്റിയ കളറൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ബോള് പോലെയും സ്റ്റാറും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഇത്രയും തന്നെ മെനക്കെടാനുള്ള സമയമില്ലാത്തത് കൊണ്ടും എന്താ പറയാ, അത് ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടും നാട്ടിലേക്ക് വരുമ്പോ ഞാനൊരു കുഞ്ഞു ട്രീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാ ചെയ്തത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പൊ ഈ കുഞ്ഞു ട്രീയും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായം കമന്റിൽ അറിയിക്കാനും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.